തീ പിടിച്ചവരിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ബ്രദർ ജിജോ പന്തളം മാവേലിക്കര രൂപതയിൽ മലങ്കര കത്തോലിക്ക സഭയുടെ സുവിശേഷ സംഘത്തിൽപ്പെട്ട ഒരു വ്യക്തി. അദ്ദേഹം തൻ്റെ ജീവിത അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു. ബ്രദറെ, സ്വാഗതം. സഭയുടെ ഔദ്യോഗികമായ സുവിശേഷ സംഘത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് അങ്ങേക്ക് ഈ സുവിശേഷ സംഘത്തിലെ ഒരു അംഗമാകുവാനായിട്ട് സാധിച്ചത്? അല്ലെങ്കിൽ സഭയുടെ ഔദ്യോഗികമായ ഒരു അംഗീകാരത്തോടു കൂടി സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ആ ഒരു വിളി ലഭിച്ചത് എങ്ങനെയാണ്? അത് പറയുവാണെങ്കിൽ ഞാനൊരു വർഷങ്ങളായിട്ട് ഈ കരിസ്മാറ്റിക് മേഖലയിൽ ഞാൻ പ്രസംഗിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മാവേലിക്കര രൂപതയിലെ തിരുവാലിൽ എന്ന് പറഞ്ഞ അച്ഛനുണ്ട്, തിരുവാലിലച്ഛൻ. അച്ഛനൊരു നല്ല ധ്യാനഗുരുവാണ്. ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചേച്ച് വന്ന് വീട്ടിൽ വരിക്കുമ്പോഴാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജിജോ ഇങ്ങനെ സുവിശേഷ സംഘത്തിലേക്ക് ഒരു വിളിയുണ്ട്, 2-2.5 വർഷത്തെ ഒരു ഫോർമേഷൻ ഉണ്ട്, അപ്പോൾ ഇതിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം പ്രത്യേകിച്ച് അച്ഛനോട് എടുത്തു പറഞ്ഞൊരു കാര്യം ഇതാ, അച്ഛാ പ്രത്യേകമായിട്ടൊരു തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമില്ലല്ലോ, അല്ലെങ്കിലും നമ്മൾ സുവിശേഷത്തിനായിട്ട് വിളിച്ച് നമ്മൾ സുവിശേഷം പറയുകയല്ലേ, പ്രത്യേകിച്ച് അങ്ങനൊരു ഇത് വേണമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അതല്ല, ഞങ്ങളുടെ ഒരു തീരുമാനം സഭാതല സുവിശേഷ സംഘത്തിലെ ഒരംഗമായിട്ട് പോകാൻ ജിജോയെ പ്രത്യേകം ദൈവം വിളിക്കുന്നത് കൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഈ പ്രാവശ്യത്തെ ക്ലാസ്സിന് പോയി അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് തീരുമാനിച്ചിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ അടുത്ത ദിവസം എന്നെ വീണ്ടും എന്നെ വൈകുന്നേരമായപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ സമ്മതമാണ്, കുഴപ്പമില്ല അച്ഛൻ, ഞാൻ ക്ലാസ്സിന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അതിനാദ്യമായിട്ട് തിരുവനന്തപുരത്ത് നമ്മുടെ ക്യൂരിയായുണ്ട്, സഭാപിതാക്കന്മാർ താമസിക്കുന്ന, അച്ഛന്മാർ താമസിക്കുന്ന സെൻ്ററുണ്ട്, അവിടെ വെച്ച് ഉള്ള ക്ലാസ്സിന് ഞാൻ പോവുകയും ശരിക്കും അതൊരു ഞങ്ങൾക്ക് മാസത്തിലൊക്കെ ഇങ്ങനെ 2-3 ക്ലാസ്സുകളാണ്. ഒരു ക്ലാസ് പോലും മുടങ്ങാതെ. ആ സമയത്ത് എൻ്റെ അമ്മ ക്യാൻസർ രോഗം പിടിപെട്ട് വീട്ടിലാണ്, ട്രീറ്റ്മെൻറ്റിലുമൊക്കെയാണ്. എന്നാൽ പോലും എൻ്റെ ജ്യേഷ്ഠന്മാരും എൻ്റെ വീട്ടിലുള്ളവരും ഒക്കെ എല്ലാവരും അത് ഔദ്യോഗികമായിട്ട് എന്നെ അംഗീകരിച്ച് ആ ക്ലാസ്സിന് വിടുകയും ഒന്നുപോലും മുടങ്ങാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ്റെ ദിവസമാണ്. എന്നാൽ പോലും അമ്മ ഇങ്ങനെ 2 കൈയും തലയെ കവിച്ചിട്ട് പറഞ്ഞ് കൈവപ്പിൻ്റെ ശുശ്രൂഷയാണ്, കൈവപ്പിൻ്റെ ദിവസമാണ്. അത് ഈ നമ്മുടെ ജൂലൈ 15-നാണ്, മാർഗ്വാനിയോസ് ഡേയുടെ ദിവസം. അങ്ങനെ എല്ലാവരുടെയും ബാബാ തിരുമേനിയുടെയും പിതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ, അച്ഛന്മാരുടെയും സാന്നിധ്യം ഞങ്ങൾക്ക് 53 പേർക്കാണ് ഞങ്ങൾക്ക് അന്ന് കൈവപ്പ് കിട്ടിയത്. ശരിക്കും ആ കൈവപ്പ് കിട്ടി അങ്ങനെ ആ ഒരു ശുശ്രൂഷയിൽ ഇങ്ങനെ തുടരാൻ സാധിക്കുന്നതിൽ പ്രത്യേകിച്ച് മലങ്കര സഭയുടെ മാർഗ്വാനിയോസ് പിതാവിൻ്റെ ഒരു വിളിയും തെരഞ്ഞെടുപ്പുമുണ്ട്. സഭയുടെ പരിമളം സുവിശേഷത്തിലൂടെ വീശാനായിട്ട് എനിക്ക് സാധിക്കുന്നതിൽ ഞാൻ സന്തോഷവാനാണ്. കാരണം ഞാനൊരു മലങ്കര സഭയുടെ ഒരു സുവിശേഷ സംഘത്തിലെ അംഗമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമാണ്. അതിനു മുമ്പ് ഈ കറിസ്മാറ്റിക് ധ്യാന ശുശ്രൂഷകളിലൊക്കെ അങ്ങ് സുവിശേഷം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അതെ അതെ. അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? അതായത് ശരിക്കും ഈ ധ്യാന പ്രസംഗങ്ങളിലൂടെ ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കണം, കർത്താവിനെ അറിയാത്ത ജനങ്ങളിലേക്ക് സുവിശേഷവുമായി കടന്നു ചെല്ലണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉള്ളിൽ മുളപൊട്ടാൻ, അതായത് അങ്ങ് വളരെ ചെറുപ്പത്തിലെ തന്നെ ഈ ശുശ്രൂഷയിലേക്ക് വന്ന ആളാണല്ലോ. അതിന്റെ കാരണം അങ്ങനെയായിരുന്നു? കാരണം അങ്ങയുടെ പിതാവോ അല്ലെങ്കിൽ വീട്ടുകാരോ ആരെങ്കിലും ഒക്കെ ഈ സഭയുമായിട്ടും സുവിശേഷ വേലയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ പള്ളിയുടെ ഏറ്റവും അടുത്ത വീടാണ്. എൻ്റെ പപ്പായും അമ്മയും എന്നൊക്കെ പറഞ്ഞാൽ പള്ളിയോട് ചേർന്ന് എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുന്ന വ്യക്തികളാണ്. പ്രത്യേകിച്ച് പള്ളിയുടെ വീടിൻ്റെ അടുത്താകുമ്പം എൻ്റെ വീട്ടിലാണ് നമ്മുടെ അച്ഛന്മാർക്കൊക്കെ ആഹാരം കൊടുക്കുന്നതും. ശരിക്കും അത് ഞങ്ങൾ ഏറ്റവും ഭാഗ്യം ചെയ്തവരാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യ സമയത്ത് എൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രായമുള്ളൊരു അപ്പനാണ്. പുള്ളി ഒരു സുവിശേഷകനാണ്. പുള്ളി ഇങ്ങനെ പല സ്ഥലങ്ങളിൽ സഞ്ചാര സുവിശേഷകനൊക്കെയാണ്. അപ്പം അന്ന് എന്നോടിങ്ങനെ പറഞ്ഞു, എന്നെ ഒരു ദിവസം വീട്ടിൽ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു, ഞങ്ങൾ 3 ജ്യേഷ്ഠന്മാരാണ്. എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, എടാ മോനെ, നിനക്കൊരു സുവിശേഷ തെരഞ്ഞെടുപ്പുണ്ട്, നിന്നെ ഞാൻ
പ്രാർത്ഥനയ്ക്കൊക്കെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയും പപ്പായും പറഞ്ഞ് അച്ചായൻ്റെ ഇഷ്ടം പോലെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഞാൻ അപ്പച്ചൻ്റെ കൂടെ ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ പോയി ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ആ കാലഘട്ടത്തിൽ ഏത് പ്രായത്തിലായിരുന്നു? അതൊരു സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെയാണ്. വിദ്യാഭ്യാസമൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂൾ കഴിഞ്ഞപ്പം തന്നെ എനിക്ക് എൻ്റെ ഈ വിളിയിലേക്ക് ഞാൻ കടന്നു വന്നു. അത് കഴിഞ്ഞ് പിന്നെ ബൈബിൾ കോളേജുകളിലൊക്കെയാണ് ഞാൻ കൂടുതലും പഠിച്ചതൊക്കെ. ഞാൻ അല്ലാതെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വീട്ടുകാർ നിർബന്ധിച്ചൊന്നുമില്ലേ? അല്ല, അപ്പം എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും അത് തന്നെ ആയതുകൊണ്ട് സുവിശേഷ ശുശ്രൂഷയിലേക്ക് പോവുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എനിക്ക് ആ ഒരു സുവിശേഷത്തോടുള്ള ഒരു തീഷ്ണത എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്താന്ന് പറഞ്ഞാലും ഞാൻ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങുക എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങിയതാണ്. ഞാൻ അതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസം വേണ്ട എന്നർത്ഥമില്ലല്ലോ. അല്ലല്ല, വേണം, വിദ്യാഭ്യാസം വേണം. പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം അന്ന് തൊട്ട് ഇന്ന് വരെയും ദൈവം അത്ഭുതമായിട്ട് ഞങ്ങളെ നടത്തുന്നു. എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷ വേല ഒരു ഉപജീവനമായിട്ടല്ല, നമ്മൾ ഈ ആത്മാക്കളെ നേടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഞങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെയും മുമ്പോട്ട് പോകുന്നത്. ശരിക്കും ആ ഒരു അങ്ങനെ പോകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം ഇങ്ങനെ കൂടെ നിൽക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതാണ്. എവിടേക്കാണ് അങ്ങയുടെ ഈ ശുശ്രൂഷ മേഖലകൾ വ്യാപിച്ചു കിടക്കുന്നത്? അതായത് നമ്മൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാനവിടെ മധ്യസ്ഥ പ്രാർത്ഥന മെസ്സേജ് ഗ്രൂപ്പിലായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ ഹിതം അനുസരിച്ച് നമ്മുടെ ഡിവൈൻ്റെ ബൈബിൾ കോളേജ് അങ്ങനെ പഠിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പനക്കലച്ചൻ്റെ നിർദ്ദേശത്തോടു കൂടെ, അച്ഛന്മാരുടെ നിർദ്ദേശത്തോടു കൂടെ ഞാനവിടെ ഡിവൈനിൽ ഞാൻ ഇംഗ്ലീഷ് സെക്ഷനിൽ ഞാൻ ഹിന്ദിയിലെ കൗൺസിലറായിരുന്നു. ഞാൻ നാളുകളായിട്ട് ഹിന്ദിയിലെ കൗൺസിലറും പിന്നെ അതുപോലെ മെസ്സേജ് ഗ്രൂപ്പുകളിലും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പനക്കലച്ചൻ്റെ ഔട്ട്റിച്ചിലെ ധ്യാനങ്ങൾക്കൊക്കെ അന്ന് നമ്മുടെ ശശി മാർട്ടിൻ ചേട്ടൻ്റെ കൂടെ ആദ്യം പോവുകയും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇടവക ധ്യാനങ്ങളൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ അകത്ത് എല്ലാ സ്ഥലങ്ങളിലും പോയി ഇടവക ധ്യാനങ്ങൾ, വൺ ഡേ ധ്യാനങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു. പിന്നെ അതിലത് മറ്റുള്ള എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും പോകാൻ സാധിച്ചു. അങ്ങനെ ഇപ്പോഴും പിന്നെ വടക്കേ ഇന്ത്യയിലെ മിഷനുകളിൽ പിന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും അതായത് അങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇന്നും അങ്ങനെ മുന്നോട്ട് കർത്താവ് നയിക്കുന്നുണ്ട്, അത്ഭുതമായിട്ട് നയിക്കുന്നു. ഈ വടക്കേ ഇന്ത്യൻ മിഷൻ മേഖലകളിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അവിടെ ചെന്നപ്പോഴാണോ ഈ ഹിന്ദിയിലൊക്കെ ഒരു പ്രാവീണ്യം ലഭിച്ചതൊക്കെ? അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ മലയാളത്തിൽ ഇങ്ങനെ നമുക്ക് പച്ചവെള്ളം പോലെ പ്രസംഗിക്കാമല്ലോ. നമ്മൾ ഹിന്ദി അറിയാമെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ഫിയാത്തിൻ്റെ ഒരു മിഷണറീസിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വന്നായിരുന്നു. അപ്പം നമ്മുടെ ആൻ്റണി ബ്രദറുണ്ട്, നമ്മുടെ ചാലക്കുടിയിലുള്ള ഡിവൈനിൽ ആദ്യം ഉണ്ടായിരുന്ന ഒറീസ് ആൻ്റണി ബ്രദർ എന്ന് പറയും. ആൻ്റണി ബ്രദർ എന്നോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ജിജോ ബ്രദറെ ഇങ്ങനെ കർത്താവ് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, മിഷണറിമാരുടെ ഒരു ക്ലാസ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു, ഇത്ര ദിവസം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു, ബ്രദറെ മലയാളത്തിൽ പ്രസംഗിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, ഹിന്ദി പ്രസംഗിക്കുമ്പോൾ അതിനുള്ള ഇത് വേണ്ടേ, പ്രാവീണ്യം വേണ്ടേ. അപ്പോൾ എന്നോട് പറഞ്ഞു, പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടാണ് ഈശോ പറയുന്നത്, ജിജോ ബ്രദർ പോയി എഴുന്നേറ്റ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാനെന്തായാലും അങ്ങനെ പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് ക്രിസ്റ്റീനിൽ പോയി ആദ്യമായിട്ട് ഫിയാത്തിൻ്റെ 10 ദിവസത്തെ ഒരു ട്രെയിനിങ്ങിൽ കുറച്ച് ദിവസം 5 ദിവസമാണ് ആദ്യമായിട്ട് ഞാൻ ഹിന്ദിയിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ശരിക്കും ആ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പം തന്നെ അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് അവരെന്നെ വിളിച്ചു. അപ്പോൾ ആ ക്ലാസ്സുകളിൽ വന്ന 2-3 മിഷണറിമാർ ഞാൻ മലങ്കരയുടെ മിഷൻ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. മലങ്കരയുടെ ഹിന്ദി മിഷനുകളിൽ പോകാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഛത്തീസ്ഗഡിലുള്ള ഒരു സഹോദരനുണ്ട്, ആ സഹോദരനും കുടുംബവും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ സഹോദരൻ വേറൊരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, അവിടെ വിട്ടിട്ട് ഞാൻ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞപ്പം അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല, ഈശോ പറയുന്നത് നിന്നെ ഈശോ വിളിച്ചതല്ലേ, അപ്പം നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യാം. നമ്മുടെ ബർണബാസ് പിതാവ് ഉണ്ടല്ലോ, കാലം ചെയ്ത ബർണബാസ് പിതാവ് ഒരു വിശുദ്ധനായ ഒരു പിതാവാണ്, എൻ്റെ ആത്മീയ പിതാവാണ്, എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് എന്നെ ശുശ്രൂഷയിലേക്ക് ഒത്തിരി കൈപിടിച്ച് കൊണ്ടുപോയ ഒരു പിതാവാണ്. അപ്പോൾ ഞാൻ ആ പിതാവുമായിട്ട് ഞാനിങ്ങനെ ഷെയർ ചെയ്തപ്പോൾ പിതാവ് പറഞ്ഞു, അവൻ്റെ നാട്ടിൽ തന്നെ ഛത്തീസ്ഗഡിൽ തന്നെ അവൻ്റെ മിഷൻ തുടങ്ങട്ടെ, 10 ദിവസം
വേറൊരു മിഷനിൽ അവനെ വിട്ട് 10 ദിവസം വിട്ട്, അത് കഴിഞ്ഞിട്ട് അവിടെ കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ്റെ നാട്ടിൽ വിട്ടു. അത് കഴിഞ്ഞ് പിതാവ് പറഞ്ഞൊരു കാര്യം ചെയ്യൂ, ജിജോയും കൂടെ ആ മിഷനിൽ പോയി നിങ്ങൾ ഒരുമിച്ച് ഫോർമേഷൻ ധ്യാനം തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ ആ മിഷൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് അല്ലാതെ തന്നെ ഞാൻ പല മിഷനുകളിൽ, നമ്മൾ മലങ്കരയുടെ മാത്രമല്ല പല സ്ഥലങ്ങളിൽ പോയി ഈ ഹിന്ദി തന്നെ ക്ലാസ് എടുക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ അഭിഷേകമായിട്ട് നയിച്ചു. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഈ ഹിന്ദിക്ക് ഭയങ്കര പൊണ്ണയായിരുന്നു. പക്ഷേ ദൈവം അത്ഭുതമായിട്ട് എനിക്ക് ഇന്ന് ഹിന്ദിയിലൊക്കെ എനിക്ക് അത്ഭുതമായിട്ട് പ്രസംഗിക്കാനുള്ള ഒരു കൃപ എനിക്ക് ദൈവം തന്നിരിക്കുക. അതിന് ഞാൻ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുക. നമുക്ക് ഏറ്റവും അറിവില്ലാതിരുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാതിരുന്ന ഹിന്ദി ഭാഷയിൽ തന്നെ നന്നായിട്ട് പ്രസംഗിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തു. അതെ അതെ, അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി തന്നെയാണ്. ഈ സുവിശേഷ വേലയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും പലർക്കും പല പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാറുണ്ട്, പ്രത്യേകിച്ച് ഈ വടക്കേ ഇന്ത്യൻ മിഷൻ ഫീൽഡുകളിലൊക്കെ പോകുമ്പോൾ. അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു ഫോർമേഷൻ അനുസരിച്ച് ഞാൻ നമ്മുടെ സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള അനേക മറ്റ് പെന്തക്കോസ്തൽ വിശ്വാസത്തിൽപ്പെടുന്നവരുണ്ട്. ശരിക്കും അവരുടെ ഇടയിലാണ് നമ്മൾ പോയി, അവരുടെ ചർച്ചകളിലാണ് നമ്മുടെ വിശ്വാസം ഞാൻ പോയി പറഞ്ഞത്, ഈശോയെ പറഞ്ഞത്, വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞത്. അവരോട് നമ്മൾ പോയി പ്രസംഗിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം അവർ ഓൾറെഡി യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ച വ്യക്തികളാണല്ലോ. നമ്മൾ അല്ലാത്ത വേറെ ആരും വിതയ്ക്കാത്ത ഇടങ്ങളിലല്ലേ നമ്മൾ പോയി വിതയ്ക്കേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതാണ്, അപ്പോൾ അവരുടെ ഇടയിൽ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഈ നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം കണ്ടിട്ട് ഇങ്ങനെ ഈ മറ്റുള്ള വിശ്വാസത്തിലുള്ള ആളുകൾ കുറേ പേര് നമ്മുടെ കത്തോലിക്ക സഭയിലേക്ക് വന്നു എന്നുള്ളതാണ്. അതെനിക്ക് ഏറ്റവും വലിയൊരു അനുഭവമാണ്. അത് ഒത്തിരി അനുഭവങ്ങളുണ്ട് എനിക്കത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വടക്കേ ഇന്ത്യയിൽ ഒരു മിഷനിൽ പോയി കഴിഞ്ഞാൽ ഞാനും മറ്റേ 2 സഹോദരങ്ങളുണ്ട്. ഞങ്ങൾ ജപമാല ചൊല്ലി നമ്മളിങ്ങനെ നടക്കും, രാവിലെ തൊട്ടേ നടക്കും. പോകുന്ന വഴിക്ക് നമുക്ക് കടകളിൽ ചിലപ്പോൾ വെള്ളം തരും, ചിലപ്പോൾ താമസിക്കുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു അവരുടെ വില്ലേജസിൻ്റെ മുറ്റത്ത് കിടക്കും. അപ്പോൾ ശരിക്കും ചിലപ്പോൾ അത് ഹൈന്ദവരായിട്ടുള്ള മക്കളായിട്ടുള്ളവരായിരിക്കും. അവർ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും, ഞങ്ങൾ ഇന്ന പ്രഭു പരമേശ്വർ യേശു മശിഹാ സേവ കർണവാല വിശ്വാസി ലോകം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ശരിക്കും അത് അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ വിളിച്ചിരുത്തി കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് ഞങ്ങളുടെ അനുഭവങ്ങൾ, യേശു ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ ഞാനും എൻ്റെ കൂടെ ഉള്ളവരും ഒരു പങ്കുവെക്കുമ്പം ഞാൻ ചിലപ്പോൾ നാട്ടിൽ പോയിട്ട് വന്ന് അടുത്ത മാസം തിരിച്ചു ചെല്ലുമ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് പറയും, ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വരണം. അങ്ങനെ ഒത്തിരിയും പേര് നമ്മുടെ സഭയുമായിട്ട് ചേർന്ന് അങ്ങനെ ഒത്തിരിയും പേര് വന്നിട്ടുണ്ട്. നമ്മുടെ ലാറ്റിൻ ഡയോസിൻ്റെ കുറേ ചർച്ചകളിൽ പോകുമ്പോഴും പല വില്ലേജുകളിൽ താമസിക്കുമ്പോഴാണേലും പലരും വിശ്വാസത്തിൽ നിന്ന് പോയവരും, അതായത് അക്രവിസ്തയരായിട്ടുള്ള കുറേ ആളുകളുമൊക്കെ നമ്മുടെ കത്തോലിക്ക സഭയോട് ചേർന്ന് വന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അങ്ങയുടെ അനുഭവത്തിൽ നമ്മൾ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ഹൈന്ദവ ബെൽറ്റുകളിലൊക്കെ സുവിശേഷം പറയുമ്പോൾ പൊതുവിൽ നമ്മൾ കേട്ടിട്ടുള്ളത് അവരിൽ നിന്ന് വളരെ മോശമായ അനുഭവങ്ങൾ, ഉപദ്രവങ്ങൾ ഒക്കെ മിഷണറിമാർക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു സുവിശേഷം മാത്രമാണ് നമ്മൾ അവരോട് പറയുന്നത് എങ്കിൽ, അതായത് അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുത്ത് കറതീർന്ന സുവിശേഷമാണ് പറയുന്നതെങ്കിൽ യാതൊരുവിധ തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അങ്ങയുടെ അനുഭവത്തിൽ എങ്ങനെയാണ് അവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്? ഞാനാണെങ്കിൽ അവിടുത്തെ ഹൈന്ദവരായിട്ടുള്ള മക്കളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് നമ്മൾ സുവിശേഷം പറഞ്ഞത്. ശരിക്കും അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ നല്ല മനുഷ്യരാണ്. പക്ഷെ നമ്മുടെ വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ പോയി മിഷൻ ചെയ്യുന്നത് അവരുടെ ജീവിതം സമർപ്പിച്ചാണ്. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ഈ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ, വിശേഷകരായിട്ടുള്ളവർ അവരുടെ വീട്ടിൽ പോയി അവരുടെ വിശ്വാസത്തെ
വ്രണപ്പെടുത്തുന്ന രീതി പറഞ്ഞ് അങ്ങനെയുള്ള തലങ്ങൾ മാറി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കുറേ നമ്മുടെ വിശ്വാസികൾ, നമ്മുടെ സുവിശേഷകർക്കും നമ്മുടെ സഭയ്ക്കും ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രതിസന്ധിയൊക്കെ വരാൻ കാരണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ എന്നോട് അവർ എന്നെ ഇപ്പോഴും വിളിക്കുമ്പോൾ പറയുന്നത്, ബ്രദർജി ആ കവി ആയേഗ എന്ന് എന്നോട് ചോദിക്കുന്നത്. എപ്പോഴാ ബ്രദർ വരുന്നത്? കഴിഞ്ഞ മാസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, വരികയാണെങ്കിൽ എൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് സുവിശേഷം പറയാമെന്ന് പറഞ്ഞു. അവർ ഹൈന്ദവരായിട്ടുള്ള മക്കളാണ്. എന്നാൽ പോലും അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള എതിർപ്പുകളോ ഒരു എതിർപ്പും ഒന്നുമില്ല. വളരെ സഹോദരങ്ങളെ പോലെ തന്നെ കരുതുന്നു. നമ്മളെ ഭയങ്കര സഹോദരങ്ങളായിട്ട് തന്നെയാകാം. എന്ന് മാത്രമല്ല, സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് അതിന് വേണ്ട സാഹചര്യങ്ങളും സഹായങ്ങളും ഒക്കെ ഒരുക്കി തരികയും ചെയ്യുന്നുണ്ട്. എന്നെ ഒരു പ്രാവശ്യം കൊണ്ടുപോയത് ആ വീട്ടുകാരുടെ ഒരു സഹോദരൻ്റെ മകൻ്റെ നല്ല കാറിലാണ് കൊണ്ടുപോയത്. അവനാണെങ്കിൽ വലിയ സിന്ദൂരമൊക്കെ തൊട്ട് ഒക്കെ ഇങ്ങനെ എൻ്റെ വണ്ടിയിലെല്ലാ അവരുടെ വിശ്വാസത്തിൻ്റെ എല്ലാ സാധനങ്ങളും. എന്നാൽ പോലും അവനൊരു കാര്യം എന്നോട് പറഞ്ഞു, സഹോദരൻ, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചെങ്കിലും നിങ്ങൾ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ലൈഫ് കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിക്കുന്നെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ്, ഞാനീ കൊണ്ടുപോകുന്നതിൻ്റെ വണ്ടിക്കൂലി ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് എന്നോട് പറഞ്ഞു. ശരിക്കും അങ്ങനെ നല്ലൊരു സ്നേഹത്തിലാണ് അവർ മുമ്പോട്ട് എന്നോട് ഇപ്പോഴും അങ്ങനെയാണ് പോകുന്നത്. ഏത് സ്റ്റേറ്റിൽ ചെന്നാലും ഇപ്പോൾ ഇനി ഇങ്ങനെ പോകണമെന്നിങ്ങനെ ഈശോ ഇങ്ങനെ ഒരു പ്രേരണ തന്നിട്ടുണ്ട്. ഈശോയോട് അയച്ചാലും പോവും. അത്ര അതാണ്. അങ്ങനെ അങ്ങയുടെ ഭാര്യ, കുടുംബം ഒക്കെ സുവിശേഷ വേലയോടെ എങ്ങനെയാണ് ചേർന്ന് പോകുന്നത്? സപ്പോർട്ടാണോ? ഭയങ്കര എന്ന് പറഞ്ഞാൽ നമ്മൾ ചില പിള്ളേർ കട്ട സപ്പോർട്ടാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയും സുവിശേഷ വേലയിൽ തന്നെയാണ്. ശരിക്കും എന്നേക്കാൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഭാര്യ. ഒത്തിരി രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഞാൻ എവിടെയൊക്കെ ശുശ്രൂഷ കഴിഞ്ഞ് വന്നെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ ഭാര്യ രാത്രിയുടെ യാമങ്ങളിലൊക്കെ ബൈബിള് പകലാണെങ്കിലും സമയം കണ്ടെത്തി ബൈബിള് ധ്യാനിക്കുകയും ഒത്തിരി സുവിശേഷ വേലയിൽ പല മിഷനുകളായിട്ട് ആൾ സുവിശേഷ വേല ചെയ്തു വന്നൊരാളാണ്. നമ്മുടെ ആകാശപ്പുറകളുടെ കുറ്റിക്കിളച്ചൻ്റെ കൂടെയും, പിന്നെ അതുപോലെ കുഞ്ഞുങ്ങളെ നോക്കുന്ന സെൻ്ററുകളിലും, പിന്നെ അതുപോലെ പോട്ടയാശ്രമത്തിലാണേലും ഗാനശുശ്രൂഷയിലാണേലും വിവിധ ശുശ്രൂഷകളിൽ ആള് ഇൻവോൾവ് ആയിട്ട് ഇപ്പോഴും മുൻപോട്ട് സഭയുമായിട്ട് ബന്ധപ്പെട്ടാണേലും മുമ്പോട്ട് പോകുന്നു. ഒത്തിരി പ്രാർത്ഥിക്കുന്ന, എൻ്റെ മകളാണെങ്കിൽ പോലും അതുപോലെയാണ്. മോൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്നാൽ പോലും കുഞ്ഞാണേലും ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അതിനകത്ത് എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കുടുംബത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ഒരു സഹായ സഹകരണങ്ങളുണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. അതിനകത്തിൽ ഞാൻ ഒത്തിരി സന്തോഷവാനാണ്. കാരണം അതാണല്ലോ ഏറ്റവും വലിയ സപ്പോർട്ട്. ശരിക്കും എൻ്റെ പങ്കാളി, എൻ്റെ കുഞ്ഞും ശരിക്കും എനിക്ക് സപ്പോർട്ടാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഉറപ്പതാണ്. എൻ്റെ അമ്മയുള്ളപ്പോഴാണെങ്കിൽ അമ്മ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശോയെ, ഞങ്ങൾ 3 പിള്ളേരാണ്, ഞങ്ങൾ ആരില്ലെങ്കിൽ ഒരാളെ തുടരണമെന്ന് പറഞ്ഞ അവസാനം എന്നെ പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞു. പക്ഷേ ഞാൻ ഈ സുവിശേഷ വേലയിൽ വന്നതിൽ അമ്മ ഒത്തിരി ഈശോയ്ക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അമ്മയുടെ കാലം കഴിഞ്ഞെങ്കിൽ പോലും ശരിക്കും ആ ഒരു സാന്നിധ്യം എൻ്റെ പങ്കാളിയിലൂടെ തന്നെ എനിക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഭവം. അതാണ്. അതായത് അമ്മയുടെ ഒരു തീവ്രമായ ആഗ്രഹമായിരുന്നു മക്കളിൽ ഒരാളെയെങ്കിലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കണമെന്നുള്ളത്, അല്ലേ? അതെ. എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹം ആരെങ്കിലും ഒരാൾ സുവിശേഷ വേല വരണമെന്നായിരുന്നു. അന്നേരം ഇങ്ങനെ എൻ്റെ 2ാമത്തെ ബ്രദറുണ്ട്. ബ്രദർ ഇങ്ങനെ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ സഭയുമായിട്ട് ചേർന്ന് നിന്ന് ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ടായി. പക്ഷേ ഞങ്ങളുടെ ഡയോസിസിലെ അച്ഛന്മാർ സമ്മതിച്ചില്ല. പക്ഷേ പുള്ളി ആ ഒരു കാരണം കൊണ്ട് പുള്ളി അത് മാറിപ്പോയി. പക്ഷെ എന്നാലും എൻ്റെ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവ് 3 പിള്ളേരെ തന്നിട്ടുണ്ട്, ആരെങ്കിലും ഒരാളെ തുടരണമെന്ന്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ അമ്മയ്ക്ക് ഒരു പണിയില്ല, ഇങ്ങനെയൊക്കെ ഒരാൾ ജീവിച്ചിരിപ്പണമെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. കാരണം ഞാനിങ്ങനെ ഒരു ഈശോയിലേക്ക് വന്നു, ഈശോയുടെ സുവിശേഷ വേല ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അതിനകത്തിൽ ശരിക്കും അമ്മയ്ക്ക് അമ്മയുടെ ആത്മാവ് പോലും സന്തോഷിക്കുന്നുണ്ട്. അതാണ്. അത് കണ്ടിട്ടാണ് അമ്മ മരിക്കുന്നത്. അമ്മ അത് കണ്ടിട്ടാണ് മരിക്കുന്നത്. ശരിക്കും അമ്മയുടെ അടക്കത്തിന് ഇപ്പോൾ ഞങ്ങളുടെ സുവിശേഷ സംഘത്തിൻ്റെ സഭയുടെ പിതാവുണ്ട്, ഡോക്ടർ സിൽവാനോസ് പിതാവ്.
സിൽവാനോസ് പിതാവിന് എന്നോടൊരു കൃത്യമായ ഒരു സ്നേഹബന്ധമുണ്ട്. പിതാവിനോട് പറഞ്ഞു, പിതാവ് ഇതുപോലെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞടാ ഞാൻ നേരത്തെ പള്ളി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ അടക്കത്തിന് പിതാവ് വന്ന് ഔദ്യോഗികമായിട്ട് സഭയുടെ ഞങ്ങളുടെ ഡയോസിസിൻ്റെ ജോഷുവ മാർ ഇഗ്നാത്യോസ് പിതാവ് ബാങ്കോക്കിൽ പോയിരിക്കുമായിരുന്നു. അപ്പോൾ രൂപതയിലെ റമ്പാച്ചന്മാരും അച്ഛന്മാരും എല്ലാവരും ചേർന്നാണ് സഭയുടെ എല്ലാ മേഖലയിൽ നിന്നും സുവിശേഷകരാണേലും വന്ന് നല്ലൊരു അടക്കമാണ്, യാത്രയപ്പാണ് ഈശോ കൊടുത്തത്. ഈ സുവിശേഷ വേലയിൽ മാത്രം വ്യാപൃതനായിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അതെ അതെ. അതുകൊണ്ട് നമ്മുടെ ജീവിത കാര്യങ്ങളൊക്കെ, അനുദിന ആവശ്യങ്ങളൊക്കെ മുട്ടില്ലാതെ നടന്നു പോകുന്നുണ്ടോ? ഇതുവരെയും ദൈവത്തിൻ്റെ കൃപയാൽ അത്ഭുതമായിട്ട് ദൈവം ഇന്നുവരെയും ഞങ്ങളെ നയിക്കുന്നു. അടുത്ത നിമിഷം ദൈവത്തിൻ്റെതാണല്ലോ. ദൈവം നയിക്കുമെന്ന് ഉറപ്പിലുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ദൈവം ആവശ്യമുള്ളത് തക്ക സമയത്ത് ദൈവം ഞങ്ങളെ നടത്തുന്നു. ഞാൻ എൻ്റെ ഒരു ആത്മീയ പിതാവുമായിട്ട് സംസാരിച്ചും പറഞ്ഞു, മക്കളുടെ ദൈവം നിന്നെ നയിക്കുന്നല്ലോ, പിന്നെ നിൻ്റെ കൂടെ ദൈവസാന്നിധ്യം ഉള്ളത് കൊണ്ട്, നിങ്ങളുടെ കൂടെ ദൈവസാന്നിധ്യം ഉള്ളത് കൊണ്ട് അതുകൊണ്ടൊന്നും പേടിക്കണ്ട, ദൈവം നയിച്ചോളും എന്നാണ് എന്നോട് കഴിഞ്ഞ ആഴ്ചകൾ പോലും എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചതാണ്. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര ഉറപ്പാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഈ ശുശ്രൂഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങളെയൊക്കെ നേരിടേണ്ടി വരുമ്പോൾ ദുഃഖവും നിരാശയും ഒക്കെ തോന്നിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സുവിശേഷ വേലയിലേക്കൊന്നും ഇറങ്ങേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചാൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ തോന്നലുകളൊക്കെ ഉണ്ടാകാറുണ്ട്? ഒരു പ്രാവശ്യം ഇങ്ങനെ എനിക്ക് ഒത്തിരി പ്രതിസന്ധിയുടെ ഘട്ടം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം തീർന്നു പോയി എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇങ്ങനെ എൻ്റെ ഒരു എനിക്കറിയാവുന്ന ഒരു അച്ഛനാണ് എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, അച്ഛനല്ല ഒരു ബ്രദറാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, ബ്രദർ എന്താ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നത്? ബ്രദറിനെ വിളിച്ചവൻ വിശ്വസ്തനല്ലേ? നിങ്ങൾ കൂടെ ദൈവസാന്നിധ്യം ഉണ്ടല്ലോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പുറമോട്ട് നോക്കേണ്ട കാര്യമില്ല, മുന്നോട്ട് തന്നെ വയ്ക്കോളാൻ പറഞ്ഞു. ശരിക്കും ആ സമയത്ത് പോലും അന്നേരം എൻ്റെ പങ്കാളി എന്നോട് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, ചേട്ടാ ദൈവമല്ലേ നമ്മളെ നയിക്കുന്നത്, ദൈവമല്ലേ കൂടെ കയ്യെ പിടിച്ചിട്ടുള്ളത്, പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത്? ശരിക്കും അതുകൊണ്ട് അപ്പോൾ ആ സമയത്ത് പോലും നമുക്കതിനകത്തിലൊരു പുറമോട്ട് പോകുമെന്ന ചിന്തയും മാറി പോസിറ്റീവായിട്ട് ദൈവം എന്നെ നയിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഇങ്ങനെ എൻ്റെ രണ്ടാമത്തെ ബ്രദർക്ക് ഖത്തറിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പുള്ളി എന്നെ ഖത്തറിൽ കൊണ്ടുപോയി. അവിടെ നമ്മൾ വിസിറ്റ് വിസായി പോയി അവിടെ പള്ളികളിൽ പോയി ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്ക് അവിടെ ഒരു ജോലിയൊക്കെ ആക്കി തന്നതാണ്. പക്ഷേ കർത്താവ് എന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചിങ്ങ് വിട്ടു. അവിടെ നയിക്കാൻ മോശം അവിടെ ഒരു കൺവെൻഷൻ വന്നപ്പോൾ ഇങ്ങനെ തലയൊക്കെ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു, പത്രോസിനെ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. മനുഷ്യരെ പിടിക്കാനാണോ മീൻ പിടിക്കാനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മനുഷ്യരെ പിടിക്കാനാ. അപ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ ജോലി അത് തന്നെ. ഞാൻ ധ്യാനകേന്ദ്രത്തിലൊക്കെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോയത്. അപ്പോൾ ഈശോ പറഞ്ഞതല്ലേ, ഈശോ പറഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പുറവും ഇപ്പുറവും ഇല്ലല്ലോ. നല്ല സാലറിയിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു നല്ലൊരു പോസ്റ്റിൽ ദൈവം എനിക്ക് ജോലി തന്നതാണ്. എന്നാൽ പോലും ആ 2-3 അച്ഛന്മാരുടെ അഭിഷിക്തന്മാരുടെ കൃത്യ മെസ്സേജ് ആയെന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം എന്നെ നാട്ടിൽ ഞാൻ ഒരു ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ അച്ഛൻ ചോദിച്ചു, ജോബർ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ശുശ്രൂഷയ്ക്ക് വരത്തില്ലേ, ധ്യാനകേന്ദ്രത്തിൽ വരത്തില്ലേ? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും വരുവാ അച്ഛാ, ഞാൻ അടുത്ത ദിവസം നാട്ടിലോട്ടിങ്ങ് പോരുക. ശരിക്കും ആ ശുശ്രൂഷ മുടങ്ങാതെ ഇന്നും കർത്താവ് ഗൾഫിൽ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ട് പോന്നു. ജോലിയുടെ ആ ഒരു എക്സിറ്റ് ആകേണ്ട സമയം കഴിഞ്ഞായിരുന്നു. നമുക്ക് എക്സിറ്റ് ആവുന്ന വിസയുണ്ട്. ആ സമയത്ത് പോരുന്നതുകൊണ്ട് എനിക്ക് അന്ന് ചെവിക്കൊരു ഓപ്പറേഷൻ വന്നായിരുന്നു. അതും കർത്താവിൻ്റെ ഒരു ഹിതമായിരുന്നു. ഒരു ചെറിയൊരു ട്യൂബ് പോലായിരുന്നു. ശരിക്കും അവിടെ ഭയങ്കര പൈസയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്ന് കോഴഞ്ചേരി മുത്തൂർ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു കസിനുണ്ട്. ആ കസിൻ മുഖാന്തരം ഒരു ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളൊരു സുവിശേഷകനല്ലേ, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഒരു പൈസയും തരണ്ട, ഒരു 3500 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ കർത്താവ് വീണ്ടും ആ ശുശ്രൂഷയിൽ തന്നെ ഇന്നും അത്ഭുതമായിട്ട് ദൈവം നടത്തുന്നതാണ്. മുൻപോട്ടുള്ള ജീവിത യാത്രയിലും അവസാനം വരെ കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായി കർത്താവിൻ്റെ വേലയിൽ തന്നെ തുടരണം എന്നുള്ളതാണോ അങ്ങയുടെ തീവ്രമായ ആഗ്രഹം? മരണം വരെയും
ഈ സുവിശേഷ വേലയിൽ തന്നെ മുമ്പോട്ട് പോകണം, കൂദാശകളോട് ചേർന്ന് പോകണമെന്നാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം. അതാണ്. അപ്പോൾ അങ്ങയുടെ ആഗ്രഹം പോലെ തന്നെ കർത്താവ് സുവിശേഷ വേലയിൽ കർത്താവ് അങ്ങയെ മുൻപോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കുടുംബവും ശുശ്രൂഷകളും എല്ലാം കൂടുതലായിട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. തീപിടിച്ച മറ്റൊരു വ്യക്തിയുമായി നമുക്ക് അടുത്ത ആഴ്ചയിൽ കണ്ടുമുട്ടാം. അതുവരെ കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ.